ഒരു LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എങ്ങനെ അതിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ നോക്കാം. ആകെ നമ്മൾ ബില്ലിറുബിൻ നോക്കുക. ടോട്ടൽ ബില്ലിറുബിൻ മോർ ദാൻ 3 gram per deciliter ആണെങ്കിൽ മാത്രം നമുക്കൊരു ക്ലിനിക്കൽ ജോണ്ടിസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അടുത്ത നമുക്ക് അറിയേണ്ടത് ഇൻഡയറക്റ്റിൻ്റെ പെർസെൻറ്റേജ് ആണ്. ഇൻഡയറക്റ്റ് ബില്ലിറുബിൻ മോർ ദാൻ 85% ഉണ്ടെങ്കിൽ നമ്മളതിനെ ഇൻഡയറക്റ്റ് ഹൈപ്പർ ബില്ലിറുബിനിമിയ എന്ന് വിളിക്കും. അത് അൺകോൺജുഗേറ്റ് ബില്ലിറുബിനാണ് ഇവിടെ കൂടിക്കിടക്കുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ഹൈപ്പർ ബില്ലിറുബിനിമിയ കണ്ടാൽ എന്ത് വിചാരിക്കണം? സൺലൈസ് അതർവൈസ് പ്രൂവൻ ഇറ്റ് ഈസ് ഓൾവേസ് ഡ്യൂ ടു ഹീമോലൈസിസ്. കാരണം അൺകോൺജുഗേറ്റഡ് ആണല്ലോ കൂടിയേക്കുന്നത്, അപ്പോൾ സോഴ്സാണ് കൂടിയേക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്കി എവിഡൻസ് പോയി നോക്കാം. അപ്പോൾ നമ്മൾ HB നോക്കുമ്പോൾ എന്ത് വേണം? HB കുറവാണ്, LDH എലിവേറ്റഡ് ആയിരിക്കും. പെരിഫറൽ സ്മിയർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഹീമോലൈസിസിൻ്റെ ഫീച്ചേഴ്സൊക്കെ കാണിക്കും, റപ്ചർഡ് ആർബിസും കാര്യങ്ങളൊക്കെ കാണിക്കും, ന്യൂക്ലിയർ ആർബിസൊക്കെ കാണിക്കും. സപ്പോസ് ഇതൊന്നുമില്ല, ഹീമോലൈസിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് വിചാരിക്കാം? പിന്നെ നമുക്ക് ഡ്രഗ്സ് വിചാരിക്കാം. ഡ്രഗ്സിൽ മെയിനായിട്ടും റിഫാമ്പസിൻ വരും. ഇപ്പം ഡ്രഗ്സും ഇല്ല, ഹീമോലൈസിസ് ഇല്ലെങ്കിൽ മാത്രം നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? കൺജനൈറ്റൽ കോസസ് ആയിട്ടുള്ള ഗിൽബർട്ടും റിഗ്നർനാജയും വിചാരിക്കാം. ഇത്രയാണ് ഇതുവരെ ഇൻഡയറക്റ്റ് ഹൈപ്പർ ബില്ലിറുബിന് വരിക. ഇനി ഡയറക്റ്റ് ബില്ലിറുബിൻ മോർ ദാൻ 50% ഉണ്ടെന്ന് വിളിക്കുക. നമ്മളെന്ത് വിളിക്കും? ഡയറക്റ്റ് ഹൈപ്പർ ബില്ലിറുബിനിമിയ എന്ന് വിളിക്കും. അപ്പോൾ ഇൻഡയറക്റ്റിൽ ഹീമോലൈസിസ് പറഞ്ഞ പോലെ ഇവിടെ അണ്ടർ സൈലസ് പ്രൂവൻ ഇറ്റ് ഈസ് ഓൾവേസ് ഡ്യൂ ടു ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ഒബ്സ്ട്രക്റ്റീവ് ഫീച്ചേഴ്സൊക്കെ ഒരു കാണിക്കും, ലിച്ചിങ്ങും ഗ്ലൈക്കോളിസ്ട്രോൾസൊക്കെ കാണിക്കും. അപ്പോൾ നമ്മളടുത്ത് എന്ത് ചെയ്യണം? ശരിക്കും ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാനായിട്ട് നമ്മൾ ALP നോക്കും. പക്ഷേ ALP വെരി അൺസ്പെസിഫിക് ആണ്. ഒബ്സ്ട്രക്ഷന് ALP എലിവേറ്റഡ് ആയിരിക്കും, പക്ഷേ ALP വേറെ കുറേ സ്ഥലത്ത് നിന്നൊക്കെ വരുന്നുണ്ട്. അൺസ്പെസിഫിക് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിലൂടെ GG2 കൂടി നോക്കണം. അപ്പോൾ ഒബ്സ്ട്രക്ഷൻ ALP GG2 രണ്ടും എലിവേറ്റഡ് കിടക്കും. അപ്പോൾ ഇത് രണ്ടും എലിവേറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ഒബ്സ്ട്രക്ഷൻ ഇല്ല, പക്ഷേ ഡയറക്റ്റ് ഹൈപ്പർ ബില്ലിറുബിനിമിയ ഉണ്ട്. അപ്പം അങ്ങനെ കണ്ടെന്ന് വിചാരിക്കണം. അങ്ങനെ കണ്ട നമ്മൾ കൺജനൈറ്റൽ കോസലായിട്ടുള്ള റോട്ടാറും ഡിബിൻ ജോൺസണും വിചാരിക്കണം. സപ്പോസ് ALP GG2 എലിവേറ്റഡ് ആണ്. അങ്ങനെ അടുത്ത് എന്ത് പറയണം? അടുത്തത് ഇൻട്രാ ഹെപ്പാറ്റിക് ആണോ എക്സ്ട്രാ ഹെപ്പാറ്റിക് ആണോ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു USG എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം. CBD നോക്കുക. CBD ഡയലേറ്റഡ് ആണെങ്കിൽ ഇറ്റ്സ് എക്സ്ട്രാ ഹെപ്പാറ്റിക് ഒബ്സ്ട്രക്ഷൻ. എല്ലാം സർജിക്കൽ കോസുകളായി പെരിയാമ്പിളിൻ്റെ കാർസിനോമ, പോളിലിത്തിയാസിസ് കൊളഞ്ചൈറ്റിസ്, ഹെഡ് ഓഫ് പാൻക്രിയാസ് കാർസിനോമ, ഇതൊക്കെ വരും. അപ്പോൾ നേരെ നമ്മൾ സർജറിക്ക് റെഫർ ചെയ്യാം. ഒരു ERCP ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കോസ് കണ്ടുപിടിച്ച് മാനേജ് ചെയ്യും. സപ്പോസ് CBD ഡയലറ്റേഷൻ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വിചാരിക്കും? നമ്മൾ ഇൻട്രാ ഹെപ്പാറ്റിക് ഒബ്സ്ട്രക്ഷൻ വിചാരിക്കും. ഇൻട്രാ ഹെപ്പാറ്റിക് ഒബ്സ്ട്രക്ഷൻ എന്തുകൊണ്ടൊക്കെ വരാം? ആദ്യം പ്രൈമറി ഇപ്പോൾ ഇൻട്രാഹെപ്പാറ്റിക് ഒബ്സ്ട്രക്ഷൻ എന്തുകൊണ്ടൊക്കെ വരാം? പ്രൈമറി ബിലിയറി സിറോസിസ്. എന്തുകൊണ്ട് വരാം? പ്രൈമറി സ്ക്ലീറോസിങ് കോളാഞ്ചൈറ്റിസ്. പിന്നെ എന്തുകൊണ്ട് വരാം? പിന്നെ ഡ്രഗ്സ് കൊണ്ടും വരാം. ഡ്രഗ്സിൽ എന്തൊക്കെ വരും? സ്റ്റീറോയിഡ് എടുക്കുകയാണെങ്കിൽ സ്റ്റീറോയിഡ് എന്തുണ്ടാക്കും? ബാൻഡ് കോളിസ്റ്റാസ് ഉണ്ടാക്കും.
പിന്നെ എന്തുണ്ട്, NSAIDs ഉണ്ട്. NSAIDs എന്തുണ്ടാക്കും, കോളിസ്റ്റാറ്റിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകും. പിന്നെ അല്ലോപ്യൂരിനോൾ എന്തെടുക്കും, ഗ്രാനുലോമാറ്റസ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കും. പിന്നെ മാക്രോലൈറ്റ്സ് എന്തുണ്ടാക്കും, വാനിഷിങ് ബൈൽ ഡക്ട് സിൻഡ്രോം. ഇപ്പം ഇത്ര നോക്കിയാണെങ്കിൽ നമുക്ക് ഇൻട്രാഹെപ്പാറ്റിക് ഒബ്സ്ട്രക്ഷൻ്റെ കോസുകൾ കിട്ടും. ഇനി ബാക്കി എത്ര ഉണ്ട്, ഇനി ഡയറക്റ്റ് ബിലിറൂബിൻ 50% ഉണ്ട്. ഇത്രയും കണ്ടന്റ് ചേർക്കണം ഹെപ്പറ്റൈറ്റിസുള്ള കോസുകളായിരിക്കും. അപ്പം അടുത്ത് നമ്മൾ എന്ത് നോക്കണം, അടുത്ത് നമ്മൾ എൻസൈം നോക്കണം, OT PT നോക്കണം. ഈ 40pt ഈസ് എലവേറ്റഡ് മോർ ദാൻ 150 ആണ് ധരിക്കുക. എന്ന് വിളിക്കും അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കും. നോർമലി ഒരു 1000 ആ റേഞ്ചിലൊക്കെ കാണും. 150ക്ക് മുകളിലാണെങ്കിൽ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് 4 കോസുകൾ മാത്രം. ഏറ്റവും എന്ന് വരും പാരസിറ്റമോൾ പോയിസണിങ്, പിന്നെ റാറ്റ് പോയിസണിങ്, സിങ്ക് ഫോസൈഡ്, അലുമിനിയം ഫോസൈഡ് ഒക്കെ. അതിനകത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B ഒക്കെ അതിൽ വരും, അക്യൂട്ട് ഫേസ്. ലാസ്റ്റ് വരുന്നത് ഇഷ്കീമിക് ഹെപ്പറ്റൈറ്റിസ്. ഇഷ്കീമിക് ഹെപ്പറ്റൈറ്റിസ് ഇപ്പോൾ ഒരു കാർഡിയക്കിൽ പോയി, അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റിൽ പോയി, ഹൈപ്പോടെൻഷനിൽ പോയി, ഇപ്പോൾ എന്ത് പറ്റും, ഹൈപ്പോപ്രൊഷേഷൻ വരും, ഇഷ്കീമിക് ഹെപ്പറ്റൈറ്റിസ് ആയിരിക്കും. ഇഷ്കീമിക് ഹെപ്പറ്റൈറ്റിസിൽ LDH 3 times എലിവേറ്റഡ് ആയിരിക്കും. ഇനി OT PT ലെസ് ദാൻ 150 എന്ന് വരിക, ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്. അങ്ങനെ ഓൾറെഡി സെല്ലുകളൊക്കെ പോയി, പിന്നെ എൻസൈം വരാനില്ല. ഇപ്പോൾ ഇവിടെ എൻസൈം കുറവായിരിക്കും. ഇപ്പോൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് നമ്മൾ 3 ഡിവൈഡ് ചെയ്യും. ഒന്ന് CLD വിത്തൗട്ട് സിറോസിസ്, വിത്ത് പോർട്ടൽ ഹൈപ്പർടെൻഷൻ. രണ്ട് CLD വിത്ത് സിറോസിസ്. മൂന്നാമത്തെ ഡീകോമ്പൻസേറ്റഡ് CLD. ഈ 3 ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ മാനേജ് ചെയ്യാൻ നോക്കുള്ളൂ. ഇപ്പോൾ ജോണ്ടിസ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് എൻസെഫലോപ്പതി ഉണ്ട്, അസൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡീകോമ്പൻസേറ്റഡ്. പിന്നെ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് കോസുകൾ നോക്കുകയാണെങ്കിൽ വിൽസൺ വരാം, ഓട്ടോയിമ്യൂൺ വരാം, ഓട്ടോയിമ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, ബുച്ചിയാരി വരാം, ഹീമോക്രോമറ്റോസ് വരാം, ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് B or ഹെപ്പറ്റൈറ്റിസ് C ഇൻഫെക്ഷൻ വരാം, നാഷ് വരാം, ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ്. ഇത്ര സാധനം ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം. ഈ OT മോർ ദാൻ PT കഴിഞ്ഞാൽ മിക്കവാറും എന്തായിരിക്കും, ആൽക്കഹോളിക് ആയിരിക്കും. പക്ഷേ PT മോർ ദാൻ OT കണ്ടിട്ടുണ്ടെങ്കിലോ, PT മോർ ദാൻ OT ഹെപ്പറ്റൈറ്റിസ് മാത്രമല്ല വരാം, ചിലപ്പോൾ ഹൈപ്പർ തൈറോയ്ഡ് വരാം, സീലിയക് ഡിസീസിൽ കാണാം. ഇപ്പോൾ കുറച്ച് എലിവേഷൻ ഉണ്ടാവുള്ളൂ, അത് PT മോർ ദാൻ OT ആയിട്ട്. ഇനി PT നോർമൽ, PT ആണ് മോർ സ്പെസിഫിക് ഫോർ ലിവർ. OT പല സ്ഥലത്തു നിന്നൊക്കെ വരും, അസിഡിൽ നിന്ന് വരാം, ഷീഷിൽ നിന്ന് വരാം. PT നോർമൽ, OT മാത്രം എലിവേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം, ഇപ്പോൾ ഒന്നുണ്ടെങ്കിൽ മയോപ്പതീസ് വരാം,
ലിവറിൽ നല്ല സോഴ്സ് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം. ഇത്രയും വിചാരിക്കും. ഇനി അടുത്ത് നമ്മൾ എല്ലാത്തിലും എന്താ പറയുക, ലിവറിൻ്റെ ഫങ്ഷനിങ് അറിയാം. സിന്തറ്റിക് ഫങ്ഷൻ. സിന്തറ്റിക് ഫങ്ഷൻ ലിവറിൽ നിന്ന് ഉണ്ടായി വരുന്ന കാര്യമാണ് എന്താ പറയുക. അപ്പോൾ അതിന് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അറിയാം. PTINR ആണ്. ഫസ്റ്റ് ഡീറേഞ്ച്മെന്റ് വരുന്നത് PTINR. പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഇപ്പോൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഒക്കെ കുറവായിരിക്കും. പിന്നെ ആൽബുമിൻ നോക്കാം. ആൽബുമിൻ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഏജ് റിവേഴ്സിലൊക്കെ വരും. ആൽബുമിൻ ഒരു കുറവായിരിക്കും. അപ്പം ഇത്രയും സാധനം നോക്കിയിട്ടുണ്ടെങ്കിൽ LFT ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കി ലോക്കലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.